മത്സ്യങ്ങൾ ഒരു തടാകത്തിൽ ഒരുമിച്ച് താമസിച്ചു. മൂവരും ഒരുമിച്ചായിരുന്നുവെങ്കിലും അവയെല്ലാം വളരെ സവിശേഷമാണ്. അവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ തർക്കിക്കുകയും ചെയ്തു. എങ്കിലും അവർ സന്തുഷ്ടരായിരുന്നു. മൂവരും ഒരു വലിയ മത്സ്യമായി വളർന്നു. ആദ്യത്തെ മത്സ്യം എല്ലായ്പ്പോഴും ഭൂതകാലത്തിൽ വസിക്കുന്നു. വളരെ മടിയനാണ്. ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിൽ മത്സ്യം വിശ്വസിക്കുന്നില്ല. ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലത് എന്ന പ്രയോഗത്തിന് തികച്ചും വിപരീതമായ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ആദ്യത്തെ മത്സ്യമായിരിക്കാം. രണ്ടാമത്തെ മത്സ്യം ഇപ്പോൾ ജീവിക്കുന്നു. ഇത് അല്പം ബുദ്ധിമാനാണ്. അവസാന നിമിഷത്തിൽ ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രവണത കാണിക്കുന്നു. മൂന്നാമത്തെ മത്സ്യം ബുദ്ധിമാനാണ്. ഇത് സാധാരണയായി വളരെയധികം ചിന്തിക്കുന്നു, വിവേകത്തോടെ തീരുമാനമെടുക്കുന്നു. എല്ലായ്പ്പോഴും സ്മാർട്ടും രസകരവുമായ ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ, സന്തോഷത്തോടെയും സുരക്ഷിതമായും ജീവിക്കാനുള്ള പദ്ധതികൾ എന്നിവ വഹിക്കുന്നു. ഒരു ദിവസം മൂവരും തടാകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ മത്സ്യം രണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട്. അവർ സംസാരിക്കുന്നത് കേൾക്കാൻ മത്സ്യം മറ്റ് രണ്ട് മത്സ്യങ്ങളെ വിളിച്ചു. ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ടോക്കിനെ കുറിച്ച് കേട്ടു. അതിൽ കുറച്ച് വലിയ മത്സ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സമയം ആസ്വദിക്കാൻ കഴിയില്ല? രണ്ടാമൻ മറുപടി പറഞ്ഞു, അതെ, അത് ഒരു നല്ല ആശയമാണ്. ശുദ്ധമായ മത്സ്യം പാചകം ചെയ്യാനും കഴിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. നാളെ ഉച്ചയ്ക്ക് നമുക്കിവിടെ ചെയ്യാം.